ഹായ് ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. USSൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം നന്നായി പോകുന്നതെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നെഗറ്റീവ് പവേഴ്സ്, നെഗറ്റീവ് എക്സ്പോണൻസ് ആൻഡ് നെസ്റ്റഡ് പവേഴ്സ്. ഓക്കെ, അതിലെ കുറച്ച് USS ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ഓൾറെഡി മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻസ് ഓഫ് എക്സ്പോണൻസ് നമ്മൾ പഠിച്ചതാണ്. അതിൻ്റെ കൺസെപ്റ്റ്സ് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, എന്താണ് നെഗറ്റീവ് എക്സ്പോണൻസ്? അപ്പോൾ a⁻2 എന്ന് പറഞ്ഞാൽ a ഇൻറ്റു എ. ഓക്കെ, അതേമാതിരി 3⁻1 എന്ന് പറയുമ്പോൾ 3 വരും. 3⁻0 എന്താ? അത് 1 ആണ്. 3⁻0 ഈസ് ഈക്വൽ ടു 1 ഓർ a⁻0 എനി നമ്പർ ടു ദ പവർ 0 ഈസ് ഈക്വൽ ടു 1. അതുപോലെ 3⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെയാണ് നമുക്ക് ഒരു കൺസെപ്റ്റ് വരുന്നത്. 3⁻1നെ നമുക്ക് 3⁻0 എന്ന് എഴുതാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് a⁻m ഡിവൈഡഡ് ബൈ a⁻n ഈസ് ഈക്വൽ ടു a⁻m-n. ഓക്കെ, അപ്പോൾ ഇത് തിരിച്ചു നമുക്ക് എഴുതാം. a⁻m-n ഈസ് ഈക്വൽ ടു a⁻m ഡിവൈഡഡ് ബൈ a⁻n. സോ ഇതിനെ നമുക്ക് 3⁻0 ഡിവൈഡഡ് ബൈ 3⁻1 എന്ന് എഴുതാൻ പറ്റും. So 3⁻0 is equal to 1 by 3⁻1 is equal to 3. ഇപ്പോൾ എന്താ മനസ്സിലായത്? 3⁻1 is equal to 1 by 3 or 3⁻1. ഓക്കെ, അതായത് 4⁻2 is equal to, നമ്മൾ ഇതേ ഫോർമാറ്റിൽ ചെയ്ത് പോയാൽ നമുക്ക് കിട്ടും 1 by 4⁻2 or 4². ഇതാണ് നെഗറ്റീവ് എക്സ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് ഇത് വെച്ച് ഒരു പ്രോബ്ലം ചെയ്യാം. a⁻2 ഇൻറ്റു b⁻3 ഇൻറ്റു a² ഇൻറ്റു b³. ഓക്കെ, a⁻2 നമ്മൾ ഇതിൽ ലൈക്ക് ടേംസ് ഏതാ? a⁻2 ആൻഡ് a². ഇവ രണ്ടും ലൈക്ക് ടേംസ് ആണ്. b⁻3 ഇൻറ്റു b³ ഇവ രണ്ടും ലൈക്ക് ടേംസ് ആണ്. പക്ഷേ a⁻2 ഇൻറ്റു b⁻3യോ ഇവർ രണ്ടുപേരും അൺലൈക്ക് ടേംസ് ആണ്. അൺലൈക്ക് ടേംസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ലൈക്ക് ടേംസ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ a⁻2 ഇൻറ്റു a² ഓർ a⁻2 അതെന്താവും? a² ഇൻറ്റു b⁻3 ഇൻറ്റു b³ ഓർ b⁻3. a⁻2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 by a⁻2 ഇൻറ്റു a² തന്നെ ഇൻറ്റു b⁻3 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1 by b⁻3 ഇൻറ്റു b³ b³ എന്ന് എഴുതാം. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഫ്രാക്ഷൻസ് നമ്മൾ പഠിച്ചതാണ്. 1 by a² ഇൻറ്റു a² എന്താ? a² 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യപ്പെട്ടു. അപ്പോൾ a² by a² ഈസ് ഇൻറ്റു ഇൻറ്റു b³ ഡിവൈഡഡ് ബൈ b³. എന്താണ് a² ബൈ a²? 1. സെയിം നമ്പർ ഡിവൈഡഡ് ബൈ സെയിം നമ്പർ 1. ഓക്കെ, b³ ഡിവൈഡഡ് ബൈ b³ 1. സോ 1 ഇൻറ്റു 1 രണ്ടും 1 ആണ്, ഈസ് ഈക്വൽ ടു 1. ഇതാണ് ഇതിൻ്റെ ആൻസർ. a⁻2 b⁻3 ഇൻറ്റു a² ഇൻറ്റു b³ ഈസ് ഈക്വൽ ടു 1. USSൻ്റെ ഷുവർ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയറിൽ നിന്നും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് വേറെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, നെസ്റ്റഡ് പവേഴ്സ് എന്നൊരു കൺസെപ്റ്റ്. അതായത് ഇപ്പോൾ 3⁻2 ഇൻറ്റു 3⁻2 ഇൻറ്റു 3⁻2 ഇങ്ങനൊരു കൺസെപ്റ്റ് വരികയാണ്. നമുക്ക് 3 ഇൻറ്റു 3 ഇൻറ്റു 3 എന്നുള്ളതിനെ നമുക്ക് 3³ എന്ന് എഴുതാം. ഓക്കെ, ഇത് 3 ടൈംസ് സെക്യൂർ ചെയ്യുന്നു, ഇത് ഈ 3. ഓക്കെ, കൺഫ്യൂസായി പോകരുത്. ഇതുപോലെ നമുക്ക് 3² ഇൻറ്റു 3² ഇൻറ്റു 3², ഇതിനെ നമുക്ക് 3² all raised to 3 എന്ന് എഴുതാൻ പറ്റും. അതായത് 3ക്ക് ഒരു പവർ ഉണ്ട് 2, അതിന് ചുറ്റും വേറൊരു പവർ ഉണ്ട് 3, പവർ ഓർ എക്സ്പോണൻറ്റ്. ഈ 2ഉം ഈ 3യും എക്സ്പോണൻസ് ആണ്. ഓക്കെ, സോ അങ്ങനെ ഒരു കേസ് a raised to m all raised to n.
ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എം ഇൻറ്റു അങ്ങനെ എ റേസ് ടു എം എൻ ടൈംസ്. ഓക്കെ, അതിനെ നമുക്ക് കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ എന്താ? എ റേസ് ടു എം പ്ലസ് എൻ. ഓക്കെ, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എം എം പ്ലസ് എം പ്ലസ് എം അങ്ങനെ എത്ര ടൈംസ്? എൻ നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ, എ റേസ് ടു എം പ്ലസ് എം പ്ലസ് എം അങ്ങനെ എൻ നമ്പർ ഓഫ് ടൈംസ്. അതെന്താ? എ റേസ് ടു എം ഇൻറ്റു എൻ. ഓക്കെ, അപ്പോൾ എ റേസ് ടു എം ഓൾ റേസ് ടു എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എം ഇൻറ്റു എൻ ഓർ എ റേസ് ടു എം എൻ. ഓക്കെ, ഇനി ഈ പഠിച്ച കൺസെപ്റ്റ് നമ്മൾ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. എൻ റേസ് ടു 3 ഓൾ റേസ് ടു എൻ റേസ് ടു 3 ഇൻറ്റു എൻ റേസ് ടു 3 ഓൾ റേസ് ടു -4. ഓക്കെ, ഇതിൽ രണ്ട് കൺസെപ്റ്റ് വരുന്നത്, ഒന്ന് നെഗറ്റീവ് പവേഴ്സ് ആൻഡ് നെസ്റ്റഡ് പവേഴ്സ് രണ്ടും വരുന്നുണ്ട്. ഓക്കെ, സോ എൻ റേസ് ടു 3 നമുക്ക് അതുപോലെ എഴുതാം. എൻ റേസ് ടു 3 ഇൻറ്റു എന്താണ്? എ റേസ് ടു എം ഓൾ റേസ് ടു എൻ എ റേസ് ടു എം ഇൻറ്റു എൻ. ഓക്കെ, ഇതാണ് എൻ റേസ് ടു 3 ഓൾ റേസ് ടു 4 എൻ റേസ് ടു 3 ഇൻറ്റു -4 3 ഇൻറ്റു -4. ഓക്കെ, ഈ മൾട്ടിപ്ലിക്കേഷൻ സൈൻ എക്സ്പോണൻറ്റിലാണ് കേട്ടോ. ഈസ് ഈക്വൽ ടു എൻ റേസ് ടു 3 ഇൻറ്റു എൻ റേസ് ടു 3 ഇൻറ്റു -4 -12 എൻ റേസ് ടു -12. ഓക്കെ, ഇതിന് നമുക്ക് ഈ എൻ റേസ് ടു -12 നമുക്ക് എങ്ങനെ എഴുതാം? നെഗറ്റീവ് പവേഴ്സ്. എ റേസ് ടു -n എന്ന് പറഞ്ഞാൽ എ റേസ് ടു 1/n. ഓക്കെ, എൻ റേസ് ടു 3 ഇൻറ്റു 1/n റേസ് ടു 12, അതായത് എ റേസ് ടു -n എന്ന് പറഞ്ഞാൽ 1/a റേസ് ടു n അങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ, അതുപോലെ എൻ റേസ് ടു -12നെ 1/a റേസ് ടു n റേസ് ടു -12 1/n റേസ് ടു 12. ഓക്കെ, സോ ഇത് മൾട്ടിപ്ലിക്കേഷൻ n റേസ് ടു 3 ഡിവൈഡഡ് ബൈ n റേസ് ടു 12. എന്താണ് n റേസ് ടു 3 ഡിവൈഡഡ് ബൈ n റേസ് ടു 12? n റേസ് ടു 3 -12. ഓക്കെ, എ റേസ് ടു എം ഡിവൈഡഡ് ബൈ എ റേസ് ടു എൻ ഈസ് ഈക്വൽ ടു എ റേസ് ടു എം -n. ഓക്കെ, അതേപോലെ തന്നെ n റേസ് ടു 3 മൈനസ് n റേസ് ടു t ഡിവൈഡഡ് ബൈ n റേസ് ടു 12 n റേസ് ടു 3 -12 n റേസ് ടു 3 -12 എന്താ? -9. ഓക്കെ, n റേസ് ടു -9 എന്താ? 1/n റേസ് ടു 9. ഓക്കെ, ഇതാണ് ഈ ക്വസ്റ്റിൻ്റെ സൊല്യൂഷൻ. ഇതോടെ നമ്മൾ ഇന്നത്തെ ക്ലാസ് തീരുകയാണ്. USSൻ്റെ ഫ്രീ കോഴ്സ് നമ്മൾ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അത് കമൻറ്റ് ബോക്സിൽ നമ്മൾ രജിസ്ട്രേഷൻ ലിങ്ക് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ.